സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് കോഴിക്കോട് തുരങ്കപാതയ്ക്ക് അന്തിമാനുമതി ലഭിച്ചതോടെ പാത നിർമ്മാണത്തിനായുള്ള സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ചരിത്രത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിനോദസഞ്ചാര മേഖലയിലും അനന്ത സാധ്യതകൾ തുറക്കുകയാണ്. ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ മേപ്പാടിയിൽ എത്തിച്ചേരുന്നതാണ് പാത. പദ്ധതി കോഴിക്കോട് ജില്ലയുടെ കുടിയേറ്റ മേഖലയുടെയും വയനാടിന്റെയും വികസന കുതിപ്പിന് ആക്കം കൂട്ടും. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള ദൈർഘ്യം ഗണ്യമായി കുറയും. തുരങ്കപാതനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കുമാണ്. ഇപ്പം പണ്ടൊക്കെ വയനാട്ടിലേക്ക് പോകണമെങ്കിൽ 2-3 മണിക്കൂറാവുമായിരുന്നു. ഈ തുരങ്കപാത വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ബത്തേരിയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഈ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് ഇത്രയും പെട്ടെന്നാവാൻ കാരണം. ഇനിയും മൂന്നാമതൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂർത്തിയാവുന്നത് പറയാനുള്ളൂ. കാർഷിക വികസന മേഖലയിൽ വലിയ മുന്നേറ്റം ഇതുവഴി ഉണ്ടാകും. കോഴിക്കോട് നഗരത്തിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം 1 മണിക്കൂറായി കുറയും. ക്രെഡിറ്റ് പറയാൻ ആർക്കാച്ചാൽ അവിടുത്തെ തിരുവമ്പാടി എം എൽ എ വിൻഡോ അയാൾ അതിൻ്റെ വഴിയൊക്കെ നടന്ന് സൂപ്പറാണ്. അടുത്ത സർക്കാരും ഇതോടെ ഇടതുപക്ഷം വരികയാണെങ്കിൽ കേരളം തന്നെ ഒന്ന് മാറ്റി മറിയും. അപ്പം അത് വന്നാൽ തന്നെ സൂപ്പറാണ്. അതല്ല വയനാട് തന്നെയല്ല, അവിടുന്ന് മൈസൂർ, ബാംഗ്ലൂർ, ഇപ്പുറത്തേക്ക് ഊട്ടി, എല്ലായിടത്തേക്കും പെട്ടെന്ന് ആൾ വരും ചെയ്യും, പോവുകയും ചെയ്യും. ഇത് കോഴിക്കോടിൻ്റെ ഒരു ഭയങ്കര ഒരു മോഡൽ മാറിക്കിട്ടുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഭൂപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയായതിനാൽ ടൂറിസം പ്രതീക്ഷകൾക്കും അനന്ത സാധ്യതകളാണുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ഹോസ്പിറ്റൽ കേസ് എത്രയോ മണിക്കൂറോളം ചുരത്തിൽ ബ്ലോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ശമനം എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് അത് ഇതാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ചു വയനാട് ജില്ലയിലെ കള്ളാടിയിൽ അവസാനിക്കുന്നതാണ് പാതയുടെ അലൈൻമെന്റ്. 4 വരി തുരങ്കപാത വരുന്നതോടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ LDF സർക്കാരിന്റെ വികസന മുന്നേറ്റത്തിലേക്കുള്ള ഒരു പൊൻതൂവൽ കൂടിയായി മാറും. ക്യാമറാമാൻ ഹബീബ് പട്ടാമ്പിക്കൊപ്പം ശരണ്യ പൊയ്യേരി, കൈരളി ന്യൂസ്, കോഴിക്കോട്.